ഒരു കാര്യം നിങ്ങളോട് പറയാം. കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഹമാസിൻ്റെ പോരാളികൾ ഇസ്രയേലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്ന അയൺ ഡോം അതുവരെ തകരുന്നൊരു കാഴ്ച കണ്ടു. അങ്ങനെയെങ്കിൽ കടക്കാം. ഒരു ദിനം ഇസ്രയേൽ കരയാറായി, അതിൻ്റെ തുടക്കമായി അതിൻ്റെ അയൺ ഡോം തകർന്നു പോയി. എല്ലാവരും മനസ്സിലാക്കണം, ഇന്ന് ഇസ്രയേലിനെ നിലനിർത്തുന്നത് ചുറ്റും 21 രാഷ്ട്രങ്ങൾ അവിടെ കിടക്കുന്നു. ഇന്ന് രാത്രി ഇസ്രയേലിനെ നിലനിർത്തുന്നത് അയൺ ഡോം. ബാക്കി ബൈബിളിലേക്ക്. എന്താ അയൺ ഡോം? നിങ്ങളുടെ പത്രവാർത്തകളിലും TV വാർത്തകളിലും വരുന്നു. അങ്ങനെയെങ്കിൽ പറഞ്ഞു തരാം. എന്താ അയൺ ഡോം? അമേരിക്കയും ഇസ്രയേലും ചേർന്നുണ്ടാക്കിയ ഒരു സംഭവമാണ് അയൺ ഡോം. ഇതിൻ്റെ വില ഏകദേശം ഇന്ത്യൻ രൂപയാണെങ്കിൽ 36,000 കോടി രൂപ ഒരു അയൺ ഡോമിൻ്റെ. അമേരിക്കൻ ഡോളർ ഏകദേശം എത്രായിരം ഡോളറാണ്? ഇന്ത്യൻ വില ഇപ്പോൾ പത്രത്തിൽ വരുന്നു 36,000 കോടി രൂപ ഒരു അയൺ ഡോം. അതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ബൈബിളിലേക്ക് വരും. ഇന്ന് ഇസ്രയേലിനെ പരീക്ഷിക്കുന്നത് അയൺ ഡോം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മച്ചിമാർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതിന് 5 കാര്യങ്ങൾ. അതിന് പൊതുവായി 1 BMC ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ്, 2 ഇലക്ട്രാ റഡാർ, 3 ബാറ്ററി, 4 ചാർജിങ് യൂണിറ്റ്, 5 ലോഞ്ചിങ് സ്റ്റേഷൻ. ഇത്രയുമാണ് ഒരു അയൺ ഡോമിൻ്റെ പ്രത്യേകത. ഇൻ ഇസ്രയേൽ അമേരിക്ക ജോയിൻ്റ് വെയർജോർ ഇന്ന് ഇസ്രയേലിലേക്ക് കടന്നു വരുന്ന സകല മിസൈലുകളെ ആകാശത്തിൽ വെച്ച് തകർക്കുവാൻ വേണ്ടി അത്യാധുനികമായൊരു സംവിധാനമാണ് അയൺ ഡോം. ഇന്ന് ബാക്കി എല്ലാവരും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് ഇസ്രയേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു, സാറേ ഒരു 4-5 എണ്ണം ഞങ്ങൾക്ക് തന്നാൽ സന്തോഷമാണ്. സ്വത്രം. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ്റെ ചൈനയുടെ എവിടെ നിന്നെങ്ങാനും മിസൈൽ വരുമ്പം അതിൻ്റെ മണ്ടയ്ക്കിട്ട് അടിക്കാനാണ്. പക്ഷേ അവൻ കൊടുക്കത്തില്ല. ഇത് അമേരിക്ക ഇസ്രയേൽ സംഭവമാണ്. അതിൻ്റെ മലയാളം എല്ലാവരും കേൾക്കണമേ. ഇന്ന് ഇസ്രയേലിൻ്റെ നേരെ ഒരു മിസൈൽ വരുമ്പോൾ നിങ്ങൾക്ക് പറയാം, പാറശാല കളിക്കാവുള്ള ഇഞ്ചിവിള AI ക്യാമറ വെച്ചിട്ടുണ്ട്. ആ AI ക്യാമറ ഫോട്ടോ എടുക്കുന്നത് പോലെ ഇലക്ട്രാ റഡാർ വരുന്ന മിസൈലിൽ നിങ്ങൾ ഇങ്ങനെ ക്യാമറ വെച്ചെടുക്കുന്ന പോലെ കാണിക്കും. ഉടനെ BMC ചൂടാവും. ലാൻഡിങ് സ്റ്റേഷനോട് പറയും മിസൈൽ റെഡിയാക്കിക്കോ. ഉടനെ ഒരു മനുഷ്യൻ വേണ്ട, ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവും. ഈ ക്യാമറ നേരെ വഴി കാണിച്ചു കൊടുക്കും. GPS വഴി പലസ്തീനിൽ നിന്നോ ജോർദാനിൽ നിന്നോ സിറിയയിൽ നിന്നോ വരുന്ന മിസൈലിനെ ആകാശത്ത് വെച്ച് അടിച്ചിടുന്ന സംവിധാനമാണ് അയൺ ഡോം. ബൈബിളിലേക്ക് വരാം. അതിൻ്റെ ഒരു മലയാളം പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ പിള്ളേരിലെ ക്രിക്കറ്റ് കളിയായിരുന്നു. ക്രിക്കറ്റ് കളി സ്വോത്രം. പണ്ടൊരു കളി ഉണ്ടായിരുന്നു, വോളിബാൾ കളി. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പഴയ മനുഷ്യർ അതെന്ന് വെച്ചാൽ നെറ്റ് കെട്ടിയിട്ട് പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാതിരിക്കാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. ആ പരിപാടിയായി അയൺ ഡോം. പണ്ട് ആ പാണ്ഡവ കൗരവയുദ്ധം ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ആഗ്നേയാസ്ത്രവും ബ്രഹ്മാസ്ത്രവും കൂട്ടിയടിച്ചു. സ്വോത്രം. അതുപോലെ തന്നെ അമേരിക്ക കുവൈറ്റ് യുദ്ധകാലത്തൊരു വിഷയമുണ്ടായിരുന്ന സ്കഡ് മിസൈൽ. അതുപോലെ ഇന്ന് ഇസ്രയേലിനെ ഇതുവരെ കാത്തു പരിപാലിച്ചതായിരുന്നു അയൺ ഡോം. പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ എവിടെ വന്നെന്നറിയാമോ? ഇസ്രയേലിനകത്ത് വന്നു. കഴിഞ്ഞ 3 ആഴ്ച ഇറാൻ്റെ 200 മിസൈലുകൾ വന്നപ്പോൾ 188 എണ്ണത്തിന് അടിച്ചിട്ട് 12 എണ്ണം ടെല്ലവീവിനകത്ത് വരെ ഇറങ്ങി വന്നു. അപ്പോൾ ബൈബിളിനകത്തുണ്ടോ ഇന്നത്തെ ഇസ്രയേലിനകത്ത് യഹൂദനെ പരിപാലിക്കുവാൻ എന്തോ ഉണ്ട്? അയൺ ഡോം ഉണ്ട്. അത് പതിയെ തകരുന്ന കാഴ്ച വായിക്കാം. അയൺ ഡോം ബൈബിളിനകത്തുണ്ടോ? യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചിട്ട് മക്കളെ. പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ. ഇതാ അയൺ ഡോം. പക്ഷി ചുറ്റി കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. യെരൂശലേമിനെ കാത്തുകൊള്ളും. കരമുയർത്തുന്നവർക്കായി. ഇതാ അയൺ ഡോമിന്റെ ടെക്നോളജി. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് സർവശക്തനായ കർത്താവ് എഴുതിയ ദൈവവചനത്തിന്റെ നിവർത്തിയ പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ യഹോവ ഇപ്പോൾ ഇസ്രയേലിനെ കാത്തുകൊള്ളും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കൈവിട്ട് തുടങ്ങിയതിൻ്റെ കാഴ്ചയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിൻ്റെയും കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു രാത്രി നിങ്ങൾ കണ്ടു ഇറാൻ്റെ 100-200 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറങ്ങിയെങ്കിൽ താമസമിന ഇസ്രയേലിനെതിരെ ഒരാക്രമണം വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി ഭണ്ഡാരക്കൂടത്തോട് പറയുന്നു, അത് വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ നിത്യ വീട്ടിലെത്തിക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരും. ഇന്ന് രാത്രി ഭണ്ഡാരക്കൂടമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി
ചില കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. ഒന്ന്, എല്ലാവരും കേൾക്കണം, ഓൺലൈനിൽ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടിരിക്കുന്നു. ഇറാന്റെ 3 നേതാക്കളെ കൊന്നു. ഒന്ന്, ഇറാന്റെ ഖസീം സുലൈമാനി. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് സ്വോത്ര, അദ്ദേഹം ആണവശാസ്ത്രജ്ഞൻ ഖസീം സുലൈമാനി. ഇറാന്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവ് മൊഹസീൻ ഫക്ർസാദ. കഴിഞ്ഞ ദിവസം പത്രം വായിച്ചവർക്കറിയാം, ഇറാന്റെ പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്ററിനകത്ത് വന്നു. എവിടെ? അൾജീരിയയ്ക്ക് അടുത്തൊരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ 3 ഹെലികോപ്റ്റർ, 2 എണ്ണവും പോയി എയർപോർട്ടിൽ ഇറങ്ങി. ഇതിൻ്റെ GPS സൈബർ അറ്റാക്ക് നടത്തി ഇറാന്റെ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ഇവിടെ ചെന്ന് മലയിലിടിച്ചു. ഇബ്രാഹിം അൽ റൈസി മരിച്ച കാഴ്ച. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഒരുവൻ വന്നു. അവൻ്റെ പേരാ ഇബ്രാഹിം അൽ റൈസി. ഇബ്രാഹിം അൽ റൈസിയുടെ മരണത്തിൽ പങ്കെടുക്കാൻ വന്ന് ഹമാസ് ലീഡറിൻ്റെ പേരാ ഇസ്മായിൽ ഹനിയ. അവനെയും കൂടെ അവർ കൊന്നു. അപ്പോൾ ഇന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, റഷ്യ നമ്മളെ നയിക്കണം. അങ്ങനെയെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുക. ആ സംഭവമാ തുടക്കമെന്ന് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണസമയത്ത് 3 രാഷ്ട്ര നേതാക്കളെ ചൂണ്ടി ചൈന, റഷ്യ, കൊറിയയെ നോക്കിക്കൊണ്ട് ഇസ്ലാമിക സുഹൃത്തുക്കൾ പറഞ്ഞു, ഇനി നമുക്ക് രക്ഷ വേണമെങ്കിൽ റഷ്യ ലീഡറായിരിക്കണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ടോ റഷ്യ ലീഡറായിരിക്കും? അന്ത്യദിനം അവരെല്ലാം കൂടി ഇസ്രയേലിനെ ആക്രമിക്കും. വായിച്ചാട്ട് മോളെ, ഇതെങ്കിലും ബൈബിൾ ഉള്ളവരെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ കർമാന്യൂസോ മറുനാടനോ ഏഷ്യാനെറ്റോ ഏതും കാണാം. റഷ്യ അവർക്ക് മേധാവിയാകുമോ? വായിക്കാൻ മക്കളെ, എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. എസെക്കിയേൽ 38-ന്റെ 7-8 വാക്യങ്ങൾ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന അറബ് ലീഗ്, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവേ, നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യയെ ഇന്ന് നീ അവർക്ക് മേധാവിയായിരിക്കും. അതാ മക്കളെ ഹമാസ്, അതാ മക്കളെ ഹിസ്ബുള്ള, അതാ മക്കളെ ഹൂത്തി വിമതർ, അതാ മക്കളെ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം നിങ്ങളുടെ വാർത്തകളിൽ ഇറാനില് ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ സൈബർ അറ്റാക്ക്, കമ്പ്യൂട്ടർ വിസ്ഫോടനം നടത്തുന്നു. എവിടെയെല്ലാം ഞാൻ പ്രസംഗിച്ചു, ഇന്റർനെറ്റ് മർഡാൻ അഥവാ മൊബൈൽ പൊട്ടിത്തെറിക്കും. ഈ കമ്പ്യൂട്ടർ പ്ലാന്റിന് ആണവ പ്ലാന്റിലെ സകല കമ്പ്യൂട്ടർ പൊട്ടിത്തുടങ്ങി. ഇറാനിനകത്ത് അറ്റാക്ക് ഓൺ സൈബർ. അങ്ങനെയെങ്കിൽ ഇനി ഇറാനിന് രക്ഷയില്ല. അവരെല്ലാം റഷ്യയുടെ കാല് പിടിക്കും. നീ അവർക്ക് മേധാവിയായി തീരും. അടുത്ത വാക്ക്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് ലാറ്റർ ഡേയ്സ്. വി ആർ സീയിങ് ഇൻ ഇംഗ്ലീഷ് ഇന്റർപ്രിട്ടേഷൻ ലാറ്റർ ഡേയ്സ്. വായിച്ചാട്ടെ, നീ സന്ദർശിക്കപ്പെടും. ഇസ്രായേല് നീ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച് സന്ദർശിക്കപ്പെടും? വായിച്ചാട്ട് മക്കളെ, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന്, ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നാഗർകോവിൽ വണ്ടി വിട്ടിട്ടേ ഉള്ളു, ബാലരാമപുരമായിട്ടേ ഉള്ളു. ഈ ഒടുക്കം ചെല്ലാൻ പോകുന്നത് എവിടെ? വായിച്ചാട്ട് മോളെ, നിരന്തരം ശൂന്യമായി കിടന്നിരുന്നു 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ച് മൂളി അത് വെറുതെ തരിശായി കടന്ന ഒരു ദേശം, ആ നിരന്തരം ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തുന്നവർക്കായി അന്തിമ യുദ്ധം ഇസ്രായേലിലേക്ക്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകയില്ല. യഹൂദന്റെ നിലവിളി ഉയരുന്നൊരു കാലം ഇവിടെ വരാറ്. എന്നാൽ അതിനു മുമ്പ് തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. പണ്ടാരക്കോണമേ, ഈ രാത്രി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവശക്തിയാ. കാലം തീരാറായി, കാന്തൻ വരാറായി. ഈ തലമുറയിൽ എവിടത്തേക്ക് യുദ്ധം പോകും? യെരൂശലേമിലേക്ക് പോകും. നാളെ രാത്രി ആ വാക്യങ്ങളിലേക്ക് കടക്കാം. താണ്ടെ അന്തിമ ദിനം, ജെറുസലേമിലേക്ക് യുദ്ധം വരാറായി. ബൈബിളിനകത്തുണ്ടോ ഈ യുദ്ധം എത്താൻ പോകുന്ന ജെറുസലേം? അതായിരിക്കും നാളെ. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 37-ാമത്തെ കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. അന്തിമ ദിനം, ജെറുസലേം കരയാറായി. വായിച്ചാട്ടെ, മത്തായി 23:37 വായിക്കാം. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, നിന്റെ അടുക്കൽ സദുപദേശവുമായി വന്ന ദൈവമക്കളെ കല്ലെറിയുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ
ചേർക്കും പോലെ, ഇസ്രായേലേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ, നിന്റെ തലമുറകളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തുന്നവർക്ക് അന്ത്യദിനം ജെറുസലേം കരയാറായി. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് ജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന മൂന്നാം ലോകമഹായുദ്ധം. മോളൊരു വാക്യം കൂടെ വായിച്ച് സഹായിച്ചാട്ട്, സമയമുണ്ട്. യെസക്കേൽ പ്രവചനം എടുത്താട്ട് 21-ാം അധ്യായം 26-27 ഒരു വാക്യം കൂടെ വായിക്കണം. അതെന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? യെസക്കേൽ പ്രവചനം 21-ാം അധ്യായം 26-27 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. യെസക്കേൽ 21, 26, 27 മക്കളൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. നാട്ടുകാരോട് കേൾക്കട്ടെ ഈ സംഭാഷണം. ഇവിടെ യുദ്ധം നടക്കുക. യെസക്കേൽ പ്രവചനം 21, 26, 27. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ബൈബിളുള്ള സഹോദരങ്ങളെല്ലാം ഇതെടുത്താട്ടെ. യുദ്ധം വരും. യെസക്കേൽ 21 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അവിടെ നിൽക്കട്ടെ മോളെ, ഇനി ഓടി പോകരുത്. താണവൻ ഉയരും, ഉയർന്നവൻ താഴും. പിടിക്കാം. ഇന്ത്യയിലെ ഇന്നത്തെ പ്രധാനമന്ത്രി ആരാ? ഉണ്ടെന്നില്ലല്ലോ. മോഡി സാർ, നരേന്ദ്രമോദി സാർ. എവിടുന്ന് വന്നയാ? ഗുജറാത്തിൽ ഓടുന്ന തട്ടുകട ചായ കുടിച്ചുകൊണ്ട് ഒഴിച്ച നമ്മുടെ മോഡി സാർ 3-ാം ടൈം പ്രധാനമന്ത്രി. സ്വോത്രം. വല്ലവരും എഴുതിയോ? അപ്പം നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? ഒരധകൃത കുടുംബത്തിൽ നിന്ന് ജനിച്ച രാംനാഥ് കോവിന്ദ്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. എവിടുന്നാ വന്ന്? കോട്ടൂരിലെ കാണി കുടുംബത്തിൽ നിന്ന്. കാരണം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതൊക്കെ എഴുതി പോയി PSCക്ക് പരീക്ഷയ്ക്ക് വരും. ആ ടാലൻറ്റ് പരീക്ഷയ്ക്ക് വന്ന് കുഞ്ഞുങ്ങളെല്ലാം ഇത് എഴുതി പോയി മാർക്ക് കിട്ടും. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഇന്ത്യയിൽ പണ്ടൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയോ? നമ്മുടെ നാരായണൻ ചേട്ടൻ, കോട്ടയംകാരൻ, ഉഴവൂക്കാരൻ. കേട്ട വല്ലവരുണ്ടോ? KR നാരായണൻ. സ്വോത്രം. ആ KR നാരായണൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെന്തിക്കോസുകാരോടൊരു കഥ പറയാം. KR നാരായണൻ പഠിച്ച സ്കൂൾ ഉഴവൂരായിരുന്നു. ഉഴവൂർ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചാൽ നല്ല പൈസയുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളായിരുന്നു. ഇദ്ദേഹം ഒരു കുടിലിൽ കിടന്നതാണ്. എല്ലാവരും കേട്ടാട്ടെ. അപ്പോൾ ഒരു ദിവസം ഈ സ്കൂളിൽ ഒരു പയ്യ അവൻ്റെ വീട്ടിൻ്റെ വർണ്ണന പറഞ്ഞ്, നല്ല വീടാ, ഭയങ്കര. അപ്പോൾ ഈ KR നാരായണന് കാണണമെന്നൊരാഗ്രഹം. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ബാബു എന്നാണ് KR നാരായണൻ്റെ കൂട്ടുകാരൻ്റെ പേര്. പുള്ളി പറഞ്ഞ് ഞായറാഴ്ചയെ വരാവൂ, അന്ന് അപ്പനും അമ്മയും പള്ളിയിൽ പോകുമ്പോൾ ഞാൻ വീട് കാണിക്കാമെന്ന്. ഞായറാഴ്ച KR നാരായണൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു. എല്ലാവരും കേൾക്കണം ഈ കഥ. കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല വീട്, സൗകര്യം എല്ലാം കാണിച്ചു. അവസാനം ഇറങ്ങി വന്നപ്പോൾ എന്തോ വെള്ളം കൊടുത്തു. നോക്കിയപ്പം കൂട്ടിനകത്ത് 2 വലിയ പട്ടികൾ. ഈ പട്ടികളുടെ മുമ്പിൽ ചിക്കൻ പൊരിച്ചത്, ചോറ്, ഓരോരോ പാത്രം വെച്ചേക്കുന്നു. KR നാരായണൻ ഇത് നിറകണ്ണുകളോടെ നോക്കി. എല്ലാവരും കേൾക്കണം. അദ്ദേഹം പോയി. 1 മാസം കഴിഞ്ഞ് സ്കൂളിൽ വേറൊരു അധ്യാപകൻ വന്നു. അവരുടെ മെയിൻ ടീച്ചറങ്ങാണ്ട് വന്നിട്ട് ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താകണം? ഓരോരുത്തർ ചോദിച്ചു, എനിക്ക് അധ്യാപകനാകണം, ചിലർ പറഞ്ഞ് ഡോക്ടറാവണം. അവസാനം KR നാരായണനെ എഴുന്നേൽപ്പിച്ച് ചോദിച്ചിട്ടു, നാരായണൻ എന്താകണം? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ എനിക്ക് ആരും ആകണ്ട, ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതിയെന്ന്. സ്വോത്രം. ചിരിക്കാനല്ല, അത് കേട്ടിട്ട് ആ അധ്യാപകൻ കരഞ്ഞുപോയി. അവസാനം അധ്യാപകൻ അവനെ, ഈ KR നാരായണനെ പുറത്ത് കൊണ്ടുപോയി ചോദിച്ച്, നീ എന്താ ഈ കാര്യം പറയാൻ? അപ്പോൾ പറഞ്ഞ്, 4 ദിവസമായി ഞാൻ നല്ലൊരാഹാരം കഴിച്ചിട്ട് 1 മാസം മുമ്പ് ബാബുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ പട്ടിയെ കണ്ട് 2 പട്ടി അത് കഴിച്ചിട്ടിരിക്കുന്ന ചിക്കൻ തിന്നാൻ എനിക്ക് കൊതിയായി സാറേ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞെന്ന്. സ്വോത്രം. പിന്നെ ആ സാർ ഇടപെട്ടിട്ട് KR നാരായണനെ പഠിപ്പിക്കുന്നത്. ഉഴവൂരിൽ നിന്ന് കത്തോലിക്ക സഭയുടെ സ്കൂളിൽ പഠിച്ചു. അദ്ദേഹം ആഫ്രിക്കയിൽ അംബാസിഡർ ആയപ്പോൾ ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയോട് ആഫ്രിക്കക്കാർ പറഞ്ഞു, കൊള്ളാവുന്നൊരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം, നിങ്ങൾ പറഞ്ഞ ആളാണ് ഇവിടെ വന്നത്, ഇന്ത്യൻ പ്രസിഡൻ്റായ കൊള്ളാം. അങ്ങനെ ഉഴവൂര്, സ്വോത്രം, ഒരു വെറും പിന്നോക്ക കുടുംബത്തിൽ കിടന്ന നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായി. പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ചിക്കൻ കാലും തിന്ന്, അൽബകാമും തിന്ന്, കോഴിമന്തിയും തിന്ന്, പൊരിച്ച കോഴിയും തിന്നിട്ട് നീ കർത്താവിനെ വിളിക്കാതിരിക്കുക. സ്വോത്രം. പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാർ കഷ്ടപ്പെട്ട് ഒരു ഗതിയും പരഗതിയില്ലാതെ, നല്ല ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, വണ്ടിയില്ലാതെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ നിന്ന്
കരം തുറന്നിന്ന് വസ്ത്രം തന്ന ദൈവം, കഴിപ്പാൻ തന്ന ദൈവം, കുടിപ്പാൻ തന്ന ദൈവം, വാഹനം തന്ന ദൈവം, എത്ര മഹത്വം കൊടുക്കാൻ കഴിയും? ഹല്ലേലൂയ. ഗോത്രം അത് കെ.ആർ. നാരായണ സാറിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാ വാരികകളിലും വന്നായിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാ? സഖാവ് പിണറായി വിജയൻ. എവിടുന്ന് വന്നു? കണ്ണൂരിലെ ചെത്തുതൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ ഒരാൾ 2ാം ടേം ചെത്തുതൊഴിലാളി കുടുംബം. இந்த பக்கத்து தமிழ்நாடு இருக்குது. முன்னாடி முதலமைச்சர் யாரையா பன்னீர்செல்வம் எங்க நின்று வந்தது? அண்ணாடிஎம்கே ഓഫീസുക്കുള്ള ടീ പോട്ടത ആൾ വന്ന് തമിഴ്നാടിൻ മുതലമച്ചർ കിട്ടുന്നില്ല. സ്വോത്രം. അടുത്ത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് ആരായിരുന്നു? മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ. വെള്ളക്കാരനല്ല, ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്നവൻ അമേരിക്കയുടെ പ്രസിഡന്റായി. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. ബ്രിട്ടൻ ഇന്ത്യക്കാരെ 200 കൊല്ലം ഭരിച്ചതാ ബ്രിട്ടൻ, ഈസ്റ്റ് ഇന്ത്യ. ബ്രിട്ടനിൽ നേരത്തെ പ്രസിഡന്റ് ആരാണ്? ജാഞ്ഞൂല് റഷീ സുനക്. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ത്യക്കാരൻ റഷീ സുനക്. പത്രം വായിക്കണം, സ്വപ്നയുടെ സ്വർണം നോക്കാൻ ഇതൊക്കെ വായിച്ചു. സ്വത്രം റഷീ സുനക്. അവൻ ഈ ഇസ്രയേലുമായിട്ട് ഒന്ന് ഇടയാൻ തുടങ്ങി പാസ്റ്റർ. അപ്പം ദൈവം വിചാരിച്ച് കസേര പിടിക്കാന്ന്. സ്വത്രം. അവൻ എന്താ ഇയ്യോബിനകത്തൊരു കാര്യമുണ്ട്. ആരാ? സിംഹാസനത്തിലിരിക്കുന്നവരെ മാറ്റി തനിക്ക് ബോധിച്ചവരെ സ്വർഗത്തിലെ ദൈവം അതിനകത്ത് എഴുതും. ആ ഇന്ത്യക്കാരൻ റഷീ സുനക് ഇസ്രയേലുമായിട്ട് ഇച്ചിരി കടിപിടിയായപ്പോൾ ദൈവം വിചാരിച്ച ഇലക്ഷന് വീഴ്ത്തണമെന്ന്. ഇപ്പം ബ്രിട്ടൻ്റെ പ്രസിഡന്റ് കെയ്മറിൻ്റെ ഭാര്യ എന്നറിയാമോ? ഒരു യഹൂദ സ്ത്രീ. നാടൻ മലയാളം പറഞ്ഞ അമ്മാമ്മ പറയുന്നതെല്ലാം അച്ചായം കേൾക്കത്തോളൂ, കരമുയരുന്നില്ലല്ലോ. സ്വോത്രവ്. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രയേലിന് സപ്പോർട്ടായി ദാ കൊണ്ടുവച്ചിരിക്കുന്നു ബ്രിട്ടനിലെ പ്രസിഡന്റ് കെയ്മർ. റഷീ സുനക് കർവാപ്പസി കട്ടൻ ചായ അടിക്കുന്നു. അപ്പം കാര്യം റെഡിയായില്ലയോ? താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. അങ്ങനെയെങ്കിൽ 3 സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. വായിച്ചാട്ടെ മോളെ, എല്ലാവരും ഈ വാക്യം എടുക്കണം. ഇത് നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു യുദ്ധം വരാൻ പോകുന്നു. വായിച്ചാട്ടെ. അങ്ങനെ ഞാൻ അതിന് ഉന്മൂലനാശം. അവിടെ നിൽക്കട്ടെ മോളെ. 1ാം ലോകമഹായുദ്ധം. കുഞ്ഞ് കറക്റ്റായിട്ട് വായിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1914 മുതൽ 19 1ാം ലോകമഹായുദ്ധം. വായിച്ചാട്ടെ അടുത്ത വാക്ക്. 2ാം ലോകമഹായുദ്ധം കണ്ട അമ്മച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ട്. 1945 കഴിഞ്ഞ് അമ്മച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സ്വോത്രം. കണ്ട അച്ഛന്മാരും പാറശാലയിലുണ്ട്. 39 മുതൽ 45 വരെ. ഇനി വരുന്നു അടുത്തത്. വായിച്ചാട്ടെ. ഉന്മൂലനാശം. അതിന്റെ പേരാ 3ാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ 2 കഴിഞ്ഞെങ്കിൽ 3ാം ലോകമഹായുദ്ധം. താഴ്ന്നവൻ ഉയരുമ്പോൾ, ഉയരുന്നവൻ താഴുമ്പോൾ ഒരു 3rd വേൾഡ് വാർ വരും. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം അതിന് മുമ്പ് ഒരു സംഭവമുണ്ട്. അതിനു വേണ്ടി കൺവെൻഷൻ ക്രമീകരിച്ചത്. എന്നാൽ വായിച്ചാട്ട് മോളെ. അതിനവകാശമുള്ളവൻ വരുവോളം കരമുയർത്തുന്നവർക്കായി ആരാവകാശമുള്ളവർ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഏലി ലമ്മാ ശബത്താനി ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ തകർക്കപ്പെട്ടു, ഗോൽഗോഥായിൽ പരമയാഗമാ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ച് തീന്തി എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ ആസ്തികളൊക്കെ തൂങ്ങിപ്പോകുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. സകലതും നിവർത്തിയായി ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, ഹല്ലേലൂയ പടയാളിയുടെ കയ്യിൽ കൊടുത്തു, എൻ്റെ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി. 5 ലിറ്റർ രക്തമൊഴുകിയെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയവരെ ചേർക്കാൻ യേശു വരാറായി. അതിന് മുൻപ് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. സാമ്പിള് തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ പാനുണ്ട്. സോദരം. ഇന്ന് രാത്രി 1ാം ലോകമഹായുദ്ധം. ഒരു സംഘടന ഇവിടെ വന്നു, യുണൈറ്റഡ് സർവ്വരാഷ്ട്ര സംഘടന. അതിന് വിളിക്കുന്ന പേര് ലീഗ് ഓഫ് നേഷൻസ്. PSC കേട്ടസ്റ്റ് കോച്ചിങ് എഴുതുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കും. 1ാം ലോകമഹായുദ്ധം 5 ലക്ഷം പേരാ ഒറ്റയടിക്ക് തീർന്നത്. അന്നൊരു സംഘടന വന്ന് ലീഗ് ഓഫ് നേഷൻസ്. 39 മുതൽ 45 2ാം ലോകമഹായുദ്ധം. ഒരു സംഘടന വന്നു, അതിൻ്റെ പേരാ ഏതാ സംഘടന എന്നറിയാമോ? ആ സംഘടന ഇന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന. അതിൻ്റെ നേതാവ് അന്തോണീസ് ഗുട്ടറാസ്. ഇനി 3ാമതൊരു ലോകമഹായുദ്ധം വന്നാൽ ഒരുവൻ വരും, അതിൻ്റെ പേരാ ന്യൂ വേൾഡ് ഓർഡർ. അതിൻ്റെ താണ്ട് മൈക്രോ ചിപ്പുമായി. അതാ വെളിപ്പാട് 13:1-2. 10 കൊമ്പ് 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹമുഖം. അതിന് ഇന്നത്തെ മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും കൊടുത്തു. അവൻ്റെ ഭരണമായി എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. അതാ യേശു പറഞ്ഞു, അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അതൊക്കെ പണ്ടാരക്കോണത്തെ ചേട്ടന്മാരും ചേച്ചിമാരും കാണുമ്പോൾ
അവൻ അടുക്ക വാതിൽക്കൽ. എന്നാൽ ഇന്ന് രാത്രി ഭരണം, അവന്റെ ഭരണം ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് പറയാ, ഒരു രാജാവ് നീതിയോടെ വാഴ് കരമുയർത്തുന്നവർക്ക് അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്ക്. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭുവായി, നമ്മുടെ രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി ഒരു ഭാഗം പറഞ്ഞു കൺക്ലൂഷനിലേക്ക് പോകാം. വായിക്കാം മക്കളെ, മത്തായി സുവിശേഷം 7:13-14. ബാക്കി നാളെ വായിക്കാം. മത്തായി 7:13-14. കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പേ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ. 2 വാതിൽ ഇന്ന് തരാൻ പോവാ. ഒന്ന് ഇടുക്കുവാതിൽ. ഇടുക്കുവാതിൽ ഇച്ചിരി ഞെരുക്കവും കഷ്ടമുള്ളത്. അടുത്ത വാക്ക് നാശത്തിലേക്ക് പോകുന്ന വാതിൽ. കള്ളും കുടിച്ച് കഞ്ചാവടിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ട് സ്വോത്ര നീ നടക്ക്. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവും. 702 രൂപയ്ക്ക് കുടിക്കുന്ന മലയാളിയെ സ്വോത്രം, നിന്നെ എല്ലാം ദൈവം അടിക്കാറാ. സ്വോത്രം വരാൻ പോവാ. അടുത്തത് വഴി വിശാലം. ഈ വഴി പോയാൽ നീ അവിടെ പോകാൻ പോവാ. എന്നാൽ വായിച്ചാട്ടെ, അതിൽ കൂടെ കടക്കുന്നവർ അനേകരമാകുന്നു. ദൈവം പണ്ടാരക്കോണത്തിലൂടെ കരുണ കാണിക്കുന്നുണ്ട്. സന്ദേശങ്ങൾ കേൾക്കുന്ന മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി കേട്ടില്ലേ എന്ന് പറയൂ. ഇവിടെ ലൈവ് കൊടുക്കുന്ന സ്വർഗത്തിന്റെ ക്യാമറയുടെ മുൻപിൽ നിങ്ങൾ വരൂ. നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഈ പണ്ടാരക്കോണത്ത് ചെയ്യുന്ന പരിപാടി സ്വർഗം റെക്കോർഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇടുക്കുവാതിൽ. വായിച്ചാട്ട് മോളെ, ജീവനിലേക്ക് പോകുന്ന വാതിൽ. നിത്യതയിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇന്ന് രാത്രി ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന രാത്രിയായി മാറട്ടെ. 2 കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി നിത്യതയിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും എടുക്കവും. അത് കഴിഞ്ഞിട്ട് എന്താ? പഴയ നിയമം. ഒരു പൈതൽ പാപം ചെയ്താൽ എല്ലാവരും കേട്ടാട്ടെ, ഇതാ ന്യായപ്രമാണം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ആവർത്തന പുസ്തകം. അങ്ങനെയെങ്കിലും ഒരു ആൺകുട്ടി പാളയത്തിനകത്ത് പാപം ചെയ്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലും. പെൺകുട്ടി പാപം ചെയ്താൽ അവളെ തീ അടിച്ചു കൊല്ലും. സ്വോത്രം, പുരോഹിതന്റെ മകളായാലും. അതാ ന്യായപ്രമാണം. എന്നാൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹിമാസനം വിട്ട് ഒരുവൻ താഴേക്ക് വന്നു. ഒരു പ്രമാണം കയ്യിലുണ്ട്. ആ പ്രമാണം, ആ കൃപയുടെ പ്രമാണം, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി നമ്മുടെ പണ്ടാരക്കോണത്തെ പിടിക്കാം. പണ്ടാരക്കോണത്ത് ഒരു അച്ചായനുണ്ടായിരുന്നു, ഞങ്ങളുടെ നാടൻ ഭാഷ ശമൂലച്ചാൻ. അമ്മാമ്മയുടെ പേര് റോസമ്മാമ. നല്ല വീടും കാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അരുമயான ഒരു ചിന്ന കഥ ഇന്ന് നൈറ്റ് കിറവ് കേൾക്കാം. എന്താ അതിൻ്റെ പ്രത്യേകത? ഇവൻ 2 മക്കളുണ്ടായിരുന്നു. മൂത്തവും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇളയവനെ ബൈബിൾ വിളിച്ചിരുന്ന ധൂർത്തപുത്രനെന്നാണ്. അവന് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കളിക്ക് അവളെ മാർത്താണ്ടമായിരുന്നു. അവർ പറഞ്ഞ് ആ ധൂർത്തപുത്രനെ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ വിളിച്ചത് മുടിയൻ, കുടിയൻ, കൊള്ളരുതാത്തവ. എൻ്റെ പൊന്നുമക്കളെ, ബൈബിളിൽ അങ്ങനെ ഒരു പേരേ ഇല്ല. അത് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ അവൻ്റെ പേര് മാറ്റിയത്. അവൻ്റെ ധൂർത്തപുത്രൻ. അവൻ ഇച്ചിരി ചിലവാളിയായിരുന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാം കളിക്ക് അവളെ മാർത്താണ്ടമായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു സുപ്രഭാതത്തിൽ ഇവ അപ്പനോട് പറഞ്ഞു, എൻ്റെ വീടും വസ്തുവൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ. അവൻ പാർട്ടീഷൻ ചെയ്ത് പേടിച്ചു. ഇനി ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ മാർത്താണ്ഡത്ത് പോകുന്നു. മാർത്താണ്ഡത്ത് ചെന്ന് ഇവർ ചെറിയ ബിസിനസ് തുടങ്ങി. കുറച്ച് വട്ടിക്ക് കൊടുത്തു. കുറേ കൂട്ടുകാരെയും കിട്ടി. ഇങ്ങനെ പൊക്ക്. ഇവൻ നല്ല കുടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് 2 വർഷം പോയപ്പോഴാണ് കോവിഡ് ആഞ്ഞടിച്ചത്. ലോക്ക്ഡൗൺ വന്ന് ഇവൻ്റെ വട്ടിയുടെ കാശ് പോയി, കടയും തീർന്ന്, കള്ളുകൂടി അവസാനിച്ച്. സ്വോത്രം. കൂട്ടുകാരെല്ലാം കൂടെ വിചാരിച്ച് ഇനി അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമല്ല. ഇവൻ പറഞ്ഞ് അപ്പൻ്റെ വീട്ടിൽ പോയിട്ട് എന്നെ അവർ കയറ്റത്തിൽ അവിടെ ഒന്നുമില്ല, എൻ്റെ വഴിയാധാരമാക്കി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും തന്നു വിട്ടിരിക്കുക, പിന്നെ രക്ഷയില്ലല്ലോ. എല്ലാവരും കൂടെ മാർത്താണ്ഡത്തുനിന്ന് തോവാളയ്ക്ക് പോകുന്ന നല്ല സ്ഥലത്തൊരു പന്നി ഫാം ഉണ്ടായിരുന്നു. അരുമയാണ് പന്നിയെ പോറ്റത് ഫാം. സ്വോത്രം. അവിടെ കൊണ്ട് പന്നിയുടെ ഓർഡർ കണ്ടപ്പോൾ ഒരു ഉടുപ്പ് കൊണ്ടുപോയിട്ടാണ് പോയത്. അയ്യാ, നീ വങ്ങാട്ട് നല്ല അരുമയാണ് വാലിബൻ. പന്നിയുടെ കൂട്ടമെല്ലാം അവനെ ഏൽപ്പിച്ച് കൊണ്ടുവന്ന സൗകര്യങ്ങളോട് പറഞ്ഞ്, അവന് ഞാൻ ഫ്രൈഡ് റൈസ് കൊടുക്കാം, ചിക്കൻ കൊടുക്കാം, മസാല ദോശ കൊടുക്കാം, പന്നിയെ നോക്കിയാൽ മതി. മുതലാളി ആദ്യം എല്ലാം അവന് കൃത്യം കൊടുത്ത് ഓണർക്ക് പിടി കിട്ടിയവൻ ഇനി ജീവിതത്തിൽ പോകത്തില്ലെന്ന്. സ്വോത്രം. അപ്പം മുതലാളി താബൂക്ക് ഉയർത്തി കെട്ടിയവ മതിലിയാടാതിരിക്കാൻ പന്നികളെ അകത്താക്കി ആഴ്ച ഒരു ദിവസം വരും. കാലിത്തീറ്റ, ഓക്കെ, പുളിയരി എല്ലാം കൊണ്ടിട്ട് കൊടുക്കും. സ്വോത്രം. അവിടെ ബോർവെല്ലിൻ്റെ കിണറും ഉണ്ടായിരുന്നു. അവസാനം എന്താ ചെയ്തത്? അവൻ അൽപകാമുമില്ല, കുഴിമന്തിയില്ല, മസാല ദോശയില്ല. അപ്പൻ്റെ വീട് വിട്ടു വന്ന പണ്ടാരക്കോണത്തെ എല്ലാ ധൂർത്തപുത്രന്മാരും കുടിക്കാൻ പോകുന്നത് ഓക്കെ, കാലിത്തീറ്റ, പുളിയരി വേവിച്ചത്. സ്വോത്രം. ഇന്ന് രാത്രി മടങ്ങി വരുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 2 വർഷം നാട്ടുകാർ നാടൻ കഥ. അവനൊരു ഉടുപ്പും മുണ്ടുള്ളായിരുന്നു. അത് കഴുകി അവിടെ റെഡിയാക്കി ഇട്ടിരിക്കാം. 2 വർഷം പിന്നെയും പോയി. അന്നേരം ഒരു അരുമயான അനൗൺസ്മെൻറ്റ് TPM-കാർ പറയുന്നത്, இந்த உலகத்தின் முடிவும் கடைசிக்கால செய்திகளும் இந்த நாட்களிலே ராஜ்யத்தோடு இருக்கிற ஐயா, இன்ன நாட்களில் காந்தன் வருவாராய்.
അത് പണ്ട് നമ്മുടെ പണ്ടാരക്കോണത്തവൻ ബോക്സിൻ്റെ മുമ്പ് ഇരുന്ന് കേട്ടതാ, പരശുവൊക്കെ കടയിരുന്നും കേട്ടതാ. സ്വോത്രം. നെയ്യാറ്റിൻകര നിന്നപ്പോൾ തുണ്ട് പേപ്പറിൽ കുറിച്ചെടുത്തതുവാ. അപ്പം അവൻ ഓർമ്മ കിട്ടി, ഒരു സുബോധം വന്നു. വല്ലവരും തലേ കൈവച്ചോ? ആരും ചെന്നില്ല. പാസ്റ്റർ എന്ന് തലേ കറക്കിയോ? പ്രവാചകൻ ചെന്ന് അരിയാട്ടുന്ന പോലെ തല കറക്കിയോ? ഒന്നും ചെയ്തില്ല. വചനമേറ്റെടുത്തപ്പോൾ അവൻ അവിടുന്ന് എഴുന്നേറ്റു. അതിൻ്റെ പേരാ സുബോധം. 11ാമത് വർഷം ഞങ്ങൾ പണ്ടാരക്കോണത്തോട് നിത്യജീവൻ്റെ വചനം പറയുക. ഞങ്ങൾ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നില്ല. പക്ഷേ ഈ സുബോധം നിങ്ങൾ വന്നിട്ട് ഇന്ന് രാത്രി കരമുയർത്തി എഴുന്നേറ്റാൽ അപ്പൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഈ 11ാമത് കൺവെൻഷൻ സ്വർഗം തുറക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി സത്യവചനം ചലിക്കട്ടെ. എന്താ സംഭവിച്ചത്? അവൻ പന്നികളോട്, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം എന്തോ മോനെ പറയുന്നത്, ഫ്രണ്ട്സ് എന്നൊന്നും പറയത്തില്ലല്ലോ, പുതിയ ഭാഷയായല്ലോ. പെൺകൊച്ചുങ്ങൾ ആൺകൊച്ചുങ്ങൾ പറയുന്നത് എന്താ? ഗായ്സ്. ഗായ്സ് സന്തോഷമില്ലല്ലോ. സ്വോത്രം. പന്നികളോട് പറഞ്ഞു ഗായ്സ്. എന്നിട്ട് പറഞ്ഞു ഒറ്റ ചാട്ടം ചാടി നടക്കാനൊന്നും വയ്യ ഗായ്സ്. അവസാനം 1ാം ദിവസം നടന്നു. അവൻ വന്ന് കുഴിത്തറ വന്ന് കിടന്ന്, മാർത്താണ്ഡത്ത് വന്ന് ഫ്ലൈ ഓവറിൻ്റെ അവിടെ കിടന്ന് രാവിലെ വീണ്ടും എഴുന്നേറ്റ് നടന്ന് എവിടെ വന്നെന്നറിയാമോ? നേരെ വന്ന് ഒരു പരിവായിട്ട് കുഴിത്തറ വന്ന് അവിടെയും വീണു. 3ാം ദിവസം പാറശാല വന്നു. പാറശാല രാത്രി എത്തി. പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കിടന്നപ്പോൾ ഇവിടെ ഇപ്പോൾ പണ്ടാരക്കോണത്തുള്ള ആൾക്കാരെ കണ്ട് പറഞ്ഞു, നീ എവിടെ നിന്ന് വരുന്നു മോനെ? ആകെ വല്ലാതായിപ്പോയില്ല. അപ്പോൾ അവരെ കാല് പറയ്ക്കുന്നു. ഒരു കട്ടൻ ചായക്കും പരിപ്പോടയ്ക്കും പൈസ തരാമെന്നു. അവരൊരു പരിപ്പോടയും ചായ കുടിച്ചു. അതിൻ്റെ ആക്റ്റീവ് നല്ല സൂപ്പറായിട്ട് 4:30 എഴുന്നേറ്റ് നടന്ന് 6:30 ആയപ്പോൾ കൊണ്ട് പരശുവയ്ക്കൽ കട്ട് ചെയ്ത് പണ്ടാരക്കോണത്തോട്ട് വരുന്നു. സ്വോത്രം. ഇപ്പം ഞങ്ങളുടെ ശമുവേലച്ചാൻ റോസമ്മയുടെ വീട്ടിൽ നല്ലൊരു സാധനം ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവല്ല, CC ക്യാമറ, കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. LED-ക്കകത്ത് രാവിലെ അച്ചായനും അമ്മാമ്മ എഴുന്നേറ്റ് മനമേ പക്ഷിക്ക് ഇണങ്ങി പാടിക്കഴിഞ്ഞിട്ട് അച്ചായൻ സിറ്റ് ഔട്ട് ഇരുന്നപ്പോൾ അമ്മാമ്മ കാപ്പിയായിട്ട് വന്നപ്പോൾ LED പവർ വിഷൻ അല്ല, ആ കുടിയം വരുന്ന. സ്വോത്രം. ദൂർത്ത് പുത്രം. അച്ചായൻ ചെന്ന് അമ്മാമ്മയോട് പറഞ്ഞു, എൻ്റെ അച്ചായ ആ ദൂർത്ത് പിന്നെ വരുന്നു, വണ്ടിയെട്, നമുക്ക് നെയ്യാറിലെങ്ങാനും ഒന്ന് കറങ്ങിയിട്ട് വരാൻ, വീട് പൂട്ടാന്ന്. സ്വോത്രം. അതാ ശമുവേലച്ചാൻ റോസമ്മാമയെ പണ്ടാരക്കോണത്ത് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ടിട്ട് വീടടച്ചിട്ട് പോകുന്ന ഒരപ്പനെ അല്ല ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മടങ്ങി വരുന്നവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരപ്പച്ചന് ഇന്ന് രാത്രി പണ്ടാരക്കോണത്ത് ഞങ്ങൾ ഉയർത്തുന്നു. തീർന്നില്ല, പ്രസംഗം തീർന്നില്ല. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. അപ്പൻ്റെ അടുത്ത് ഈ കുഞ്ഞു ഓടി വന്നു. അവൻ ദൂരെ എന്നേ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. എന്നെ പെരയിലൊന്നും കേട്ടിട്ടുണ്ട് അപ്പച്ച. താണ്ട് നമ്മുടെ ഊട്ടുപാല് കിടക്കുന്ന പുകയ്ക്കുന്ന പെരയില് താണ്ടൊരു പായിട്ട് എന്നെ അങ്ങ് കിടത്തിയാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം. അപ്പനൊരു കാര്യം ചെയ്തു. പറഞ്ഞൊരു കാര്യം, മോനെ നീ സന്നിധി വിട്ടുപോയപ്പോഴേ ഞാൻ നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നീ പോയപ്പോഴേ നിനക്ക് വേണ്ടി ഒരു ഉടുപ്പ് ഞാൻ തയ്പ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുക. നീ മടങ്ങി വരുമെന്ന് എനിക്കറിയാം. തട്ടാ തങ്കപ്പനെ കൊണ്ടൊരു മോതിരം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. സ്വോത്രം. ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ തള്ളിക്കളയുന്നവനല്ല. അവൻ്റെ നിറം നോക്കാതെ, ഗുണം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, നീ പന്നിയുടെ കൂട്ടത്തിൽ കടന്നോ, വാർത്താണ്ടത്ത് കള്ളു കുടിച്ചോ, കലാപം നടത്തിയെന്നൊന്നും ചോദിച്ചില്ല. മടങ്ങി വരുന്നവൻ്റെ ശരീരത്തിനകത്ത് കേട്ടോ, ഇന്ന് രാത്രി അവൻ്റെ അകത്ത് പന്നിയുടെ ചാണകത്തിൻ്റെ മൂത്രത്തിൻ്റെ സ്മെല്ല്. നിറം നോക്കാതെ, മണം നോക്കാതെ, പിന്നെ ചരിത്രം നോക്കാതെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചനെ 11ാമത് കൺവെൻഷന് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി റോഡിനകത്തോ വീടിനകത്തോ, സുഹൃദ താങ്കൾ ഒരു ജീവിതം മദ്യപാനിയാണോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ, കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ, കടന്നുവാ. കാൽവറി മല നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. പക്ഷേ മണിയറെ കൊണ്ടുപോയില്ല. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. വീട്ടിലുള്ള വിശേഷ ആൾക്കാർ വിളിച്ചത് യവനെ ധരിപ്പിക്കാൻ ഒരു വിശേഷ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പന്നിയുടെ കൂട്ടത്തിൽ കടന്ന് ജഡത്തിൻ്റെ രാഗമോഹത്തിൻ്റെ വസ്ത്രം മാറ്റിയിട്ട് നിത്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള രക്ഷയുടെ വസ്ത്രം കൊടുത്ത ഒരപ്പച്ചനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി. 1ാമത്തെ ആദം ഏദനിനകത്ത് രക്ഷയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ ആദം കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തി അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകൽ പ്രാപിച്ചെങ്കിൽ, ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെയാ മണിയറയിൽ കൊണ്ടുപോയെങ്കിൽ, ഇന്ന് രാത്രി പറയണം, രക്ഷയുടെ വസ്ത്രത്തിൽ ഹല്ലേലൂയ
മാനസാന്തരപ്പെട്ട് വചനമേറ്റെടുത്ത് സ്നാനമേറ്റ് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവനെ മണിയറയിലേക്ക് കൊണ്ടുപോകാൻ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഒരന്തിമ യുദ്ധത്തിൻ്റെ ചാലുകളായി രാജ്യം രാജ്യത്തോട് എതിർക്കുന്ന കാലമായി, ക്ഷാമവും ഭൂകമ്പവും അവിടെ നടക്കുന്ന കാലമായി, അതിൻ്റെ നടുവിൽ രക്ഷയുടെ പെട്ടകത്തിൽ കടന്ന ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ആജ് रात को हम लोग का संदेश सुनने वाला भाइयों बहनों, आप लोग जिधर भी बैठेगा, पगाड़ नहीं जाने का है, खर्चा नहीं करने का है, किधर मंदिर भी नहीं जाने का है. अपना 11 साल का कन्वेंशन इधर चल रहा है. ये दूसरा दिन में आप लोग जिधर भी बैठेगा, मेरा बेटा, मेरा भाई, मेरा बहन, मेरा बच्चा, आप किधर नहीं जाने का है. आपका दिल में हाथ रख के इसी तरफ से बोलना चाहिए, मेरा परमेश्वर उनका बच्चा यीशु मसीह के लिए 2000 साल के लिए धरती में भेज दिया. अपना पाप का परिहार के लिए उन्होंने मृत्यु हो गया 2 छोर का बीच का अंदर, वो कालवरी का पगाड़ का अंदर एक कागज ने आया, अपना यीशु का पेट का अंदर एक चाकू ने मार दिया. उधर से 6 लीटर खून निकल गया. उनका खून से मेरे को सफाई करो. किसी भाई और बहन आज रात को हाथ उठाएगा, आपका नाम जीव का किताब में डालेगा. जीव का किताब में नाम डालने वाले को पकड़ने के लिए मेरा यीशु फिर भी आएगा. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അയ്യോ, അല്പം ഹിന്ദിയെങ്കിലും പഠിക്കണേ മക്കളെ. ആ കളിക്ക് അവളെ ചായ കുടിക്കാൻ നിൽക്കുന്നവന് ഹിന്ദിക്കാരനാണ്. സ്വോത്രം. പാറശാല ജോൺസൺ ബേക്കറിക്കാരന് മാറ്റിയൊന്നും അറിയത്തില്ല. കുറേ നാളെ അവിടെ കയറിയിട്ട് അവർ നമ്മുടെ പരിചയക്കാരാണ്. സ്വോത്രം. അതുകൊണ്ട് എല്ലായിടത്തും ഹിന്ദിക്കാർ. ഞാനിത് പറയാൻ കാര്യം, നിങ്ങൾ വിചാരിക്കുക, എറണാകുളത്തടുത്ത് പർവ്വത്തിന് ഞാനൊരു കൺവെൻഷൻ പോയി. അവിടെ ചെന്നപ്പോൾ വളരെ സമയം, ഞാൻ നേരത്തെ ചെല്ലുന്ന ആളാണ്, 6:45 പെട്ടെന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെങ്ങുമ്പോൾ ആ സമയമില്ല. ഞാൻ പറഞ്ഞു പന്തലിൻ്റെ പുറയിലെങ്ങാണ്ട് പോയി ഉടുപ്പ് മാറ്റാം. അവിടെ കയറി 2 ചായ വേണമെന്ന് പറഞ്ഞു. അന്നേരം അവിടുത്തെ കടക്കാരൻ ചോദിച്ച്, 2 ആളില്ലല്ലോ, ഒരാളെ ഉള്ളെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു 2 കുടിച്ചാലും ശരിയാവില്ല, 2 ചേട്ട കുടിക്കാൻ പറഞ്ഞു. സ്വോത്രം. അപ്പോൾ പറഞ്ഞു എവിടെ വന്നേ? ഞാൻ പറഞ്ഞു പ്രസംഗിക്കാൻ വന്നത്. പാസ്റ്ററാണെന്നൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാസ്റ്ററാ, യോഗം തൊട്ടടുത്താ. അപ്പോൾ ഒരു കടയിൽ ഒരു 18 ഹിന്ദിക്കാരിരിക്കുന്നു. ഞാൻ ചോദിച്ചു ചേട്ടാ എവരാന്നോ ഇവിടെ? പാസ്റ്റർ യവന്മാരേ ഉള്ളു ഇവിടെ നിന്ന്. സ്വോത്രം. എനിക്ക് നല്ല കാര്യം, 2 ദിവസത്തെ യോഗമായിരുന്നു. 1-ാം ദിവസം ഞാൻ കുറച്ച് ഹിന്ദി എല്ലാം അങ്ങോട്ട് പറഞ്ഞ് പ്രസംഗത്തിൽ ബരാബർ ഹിന്ദി മേ ബാത് കിയ. യോഗം കഴിഞ്ഞപ്പം 6 ഹിന്ദിക്കാർ സ്റ്റേജിൻ്റെ അവിടെ നിൽക്കുക. അമ്മാരെന്നോട് ചോദിക്കുക, അമാരയിലേ കോൻ ബാത് കിയ, ഞങ്ങൾക്ക് വേണ്ടി ആരാ സംസാരിച്ചെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു മേനെ ബാത് കിയ. ഉടനെ ഒരു ഹിന്ദിക്കാരൻ ചോദിക്കുക, നോർത്ത് ഇന്ത്യാസെ ആയ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യാസെ നെയ് ആയ, കേരളാസെ ആയെന്ന്. സ്വോത്രം. ആ ബച്ച തരം സെ ബാത് കർത്തായ. ഞാൻ പറഞ്ഞു ആപ് ലോഗ് കാം കർത്തായ, കാം കർത്തായ. ഞാൻ പറഞ്ഞു കൽ ഭി ഇധർ മീറ്റിംഗ് ചൽത്തായ, ആയേഗാ ജി. എനിക്ക് അപ്പോഴേ പിടി കിട്ടി. യവന്മാർ കടവാതൊക്കെ ഇരുന്ന് മൊബൈൽ കുത്തിക്കൊണ്ടിരുന്ന ഹിന്ദി കേട്ടപ്പോൾ യവന്മാർ പുറകെ വന്നിരുന്നു. സ്വോത്രം. എന്തോ പറയുന്നതെന്നറിയാം. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞ യവന്മാർ നാളെയും വരും, എവിടുന്നെങ്കിലും ഇച്ചിരി ഹിന്ദി ബൈബിൾ ഒപ്പിക്കണം. പുള്ളി നോക്കിയിട്ട് രക്ഷയിൽ എറണാകുളത്ത് എനിക്ക് പരിചയമുള്ളൊരു ദൈവദാസനെ വിളിച്ച്. അപ്പം പറഞ്ഞ് പാസ്റ്റർ ഒരു 20 എണ്ണം എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാം. ഈ പാവപ്പെട്ട പാസ്റ്റർ കാറുമില്ല. പാവപ്പെട്ടവൻ രാവിലെ പർവ്വത്തുനിന്ന് ബൈക്കുമായിട്ട് എറണാകുളത്ത് 20 എണ്ണം കൊണ്ടുവന്ന് സൂക്ഷം പോലെ രാത്രി യവന്മാർ പുറകെ ഇരിക്കുക. പാട്ടിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് ഹിന്ദിക്കാർ. നമ്മളിപ്പോൾ ലോകത്തിൻ്റെ ഭാര്യയാണ് ഇരിക്കുകയല്ലേ. സ്വോത്രം. അങ്ങനെ ഇരിക്കട്ടെ. സ്വോത്രം. അവരെഴുന്നേറ്റ് എന്താ സംഭവിച്ചത്? യോഗം കഴിഞ്ഞ് 16 എണ്ണവും വന്ന്. ഞാൻ പറഞ്ഞു മക്കളെ പൈസ ഒന്നുമില്ല, ഏക്കേക്ക് ബൈബിൾ ലേക്കേ ജാവോ, ആപ് ലോഗ് കാ പരിവാർ അച്ഛാ തരഫ് സെ മദത് ഹോയ, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് 16 എണ്ണം മേടിച്ചു കൊണ്ടുപോയി. സ്വോത്രം. ഒരു ബൈബിളായിരിക്കും ഒരു ജീവനെ മടക്കി വരുത്തുന്നത്, കരമുയർത്തുന്നതായ. അതുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദിയിൽ ഒരു വാക്ക് പറയുന്നത്. എവിടെങ്കിലും ഇരിക്കുന്ന ഒരു ഹിന്ദിക്കാരൻ കേട്ടിട്ട് അവനെങ്കിലും ചങ്കിനകത്ത് കരം വെച്ചിട്ട് പറയും, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യേശു പരമയാഗമായി അവൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നു? നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി സത്യവചനം കേട്ട് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാത്ത ദൈവമക്കൾ ഇന്ന് രാത്രി കടന്നു വരട്ടെ. ഈ കാലം തീരാറായി, കാന്തൻ വരാറായി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ഇന്ന് രാത്രി ടൈറ്റാനിക് കപ്പൽ. എന്താ ടൈറ്റാനിക് കപ്പൽ? കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യാം. 1910 ടൈറ്റാനിക് യാത്ര ചെയ്യുന്ന ടൈറ്റാൻ രാക്ഷസൻ എന്നാ അതിൻ്റെ പേര്. അതിൻ്റെ അടിയിൽ മോനെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ, നെവർ ഡിസ്ട്രോയ് എനിവൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഒരുത്തനും ഇത് നശിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് എഴുതിയത്. 50,000 ഹോഴ്സ് പവർ.
ഇതൊക്കെ എഴുതിയെടുക്കണം. ഇതൊക്കെ മൊബൈൽ റെക്കോർഡ് ചെയ്യണം. സൗകര്യമാരും ഇതെല്ലാം ചാനലിൽ നിന്ന് എഴുതിയെടുത്ത് നിങ്ങളോട് പഠിക്കുക. 50,000 ഹോഴ്സ് പവർ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി, കന്നി യാത്ര 3500 പേർ, 2224 കിലോമീറ്റർ സതാംപ്ടൺ ടു ന്യൂയോർക്ക്. ആട്ടം, പാട്ട്, ഡിസ്കോ എല്ലാം നടക്കുക. 4 ദിവസം കഴിഞ്ഞു. ഭയങ്കര മഞ്ഞുമല. ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ പുറത്തിരുന്ന വൈസ് ക്യാപ്റ്റന്മാർ പറഞ്ഞു, സാറ് വഴി മാറ്റിവിട്. അദ്ദേഹം പറഞ്ഞു, മിണ്ടരുത്. ദൈവം വിചാരിച്ചാലും ഈ കപ്പൽ തകരത്തില്ല. ഇന്ന് രാത്രിയും പല പ്രതിസന്ധിയും വരുമ്പോൾ ദൈവദാസന്മാർ പടപടാ സ്റ്റേജിൽ കൂടെ പറയും, സഹോദരാ മടങ്ങി വാ, ചെറുപ്പക്കാരാ മടങ്ങി വാ, അച്ചായ മടങ്ങി വാ, അമ്മാമേ മടങ്ങി വാ. ദൈവസന്ധിയിൽ മുട്ടുമടക്ക്. സ്വർഗത്തിൻ്റെ ശബ്ദം അവഗണിക്കരുത് മക്കളെ. ടൈറ്റാനിക്കിന് 4 ദിവസത്തെ സമയം റഡാറിനകത്ത് പാറ കണ്ടു, എന്നിട്ട് പോലും ആ വഴി മാറ്റിയില്ല. അനവധി പ്രസംഗങ്ങൾ ഇവിടെ നടന്നു, ജീവന്റെ വചനം കേട്ടു. ഇനിയും നാം മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി. ആ കപ്പൽ 4-ാം ദിവസം ഇടിച്ചു തകർന്നു. എൻ്റെ പ്രസംഗം അതല്ല. അവിടെ ഒരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു, $2,00,000 അദ്ദേഹത്തിൻ്റെ എവിടെ ഉണ്ടായിരുന്നു, താഴെ 2ാമത്തെ നിലയിൽ. അവൻ ചപ്പാത്തി തിന്നാൻ കയറി വന്നതാ. സ്വോത്രം. 5ാമത്തെ നിലയാണ് മെസ്സ്. ഈ കപ്പൽ ഇതിനകത്ത് ഐസ് കട്ടയിൽ ഇടിക്കുക. പടപടാ സൗണ്ട് കുലുങ്ങാൻ തുടങ്ങി. ഇംഗ്ലീഷുകാരന് പിടികിട്ടി കപ്പൽ തകരാൻ പോവുക. അവൻ്റെ മുമ്പിൽ 2 കാര്യം പ്രിയ സുഹൃത്തുക്കളെ. ഒന്ന്, താഴെ തലേണയുടെ അടി $2,00,000 ഇരിപ്പുണ്ട്, $. ഇപ്പുറത്ത് നേരെ നോക്കിയപ്പം മെസ്സിൽ തടിക്കകത്ത് ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ടിരിക്കുക. ആ കഥ വായിച്ച് പുസ്തകത്തെ ഞാൻ കരഞ്ഞു. അവൻ്റെ അടുത്ത ഉള്ളിൽ ആരോ സംസാരിച്ചു, നിനക്ക് $2,00,000 വേണോ, ലൈഫ് ജാക്കറ്റ് വേണോ? $2,00,000 വേണോ, ലൈഫ് ജാക്കറ്റ് വേണോ? അവൻ്റെ അന്തരാത്മാവ് അവനോട് പറഞ്ഞു, ഇതകത്ത മനുഷ്യൻ, നീ താഴെ പോയാൽ ഒരുപക്ഷെ $. എടുത്താൽ തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല, വെള്ളത്തിനകത്ത് മുങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം നിനക്കൊരു ലൈഫ് ജാക്കറ്റ് കിട്ടും. അതെടുത്താൽ അതുമായിട്ട് നീ ചാടിയാൽ ഏതെങ്കിലും വള്ളത്തിലെങ്കിലും കര പിടിച്ച് അക്കരെ കയറാം. അവൻ 2,00,000 മറന്നു, $. ഒറ്റ കാര്യം, അവൻ്റെ അന്തരാത്മാവ് സംസാരിച്ചു. അവൻ ഒരു കാര്യം ചെയ്തു, 2 ഓറഞ്ച് എടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ താത്തു, ലൈഫ് ജാക്കറ്റുമായി ചാടി. ആ പുസ്തകം വായിച്ച് കരഞ്ഞു. അവൻ അവസാനം എഴുതിയിരിക്കുക, ഞാൻ ലൈഫ് ജാക്കറ്റുമായി ചാടിയപ്പോൾ കിലോമീറ്റർ ഒന്നുമില്ല, 500 മീറ്റർ കഴിഞ്ഞപ്പോൾ വള്ളം എന്നെ വന്ന് രക്ഷപ്പെടുത്തി. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, $2,00,000 വേണ്ടി ഞാൻ ഇതിൻ്റെ അടിയിൽ പോയെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉപ്പ് വെള്ളത്തിനകത്ത് ഞാൻ അലിഞ്ഞ് ചേർന്ന് പോയേനെ. എന്നാൽ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പണ്ടാരക്കോണത്തെ 2ാം രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് ഇതുവരെ ഇവിടെ രക്ഷയുടെ പെട്ടകരത്തിനകത്ത് കടക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വാ. താങ്കൾ ഒരു പാപിയാണോ? താങ്കൾ ഒരു മദ്യപാനിയാണോ? കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ? കാൽവറി മല ഉയർന്നിരിക്കുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നു, ഇസ്രായേൽ സിറിയ ആക്രമിക്കുന്നു, ഇസ്രായേൽ ലബനോനെ ആക്രമിക്കുന്നു, ഇന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ TV വാർത്ത, ഈ ആക്രമണങ്ങളുടെ നടുവിൽ ഒരു അന്തിമ യുദ്ധം വരാറായി. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു കുഞ്ഞാടാകുന്ന ക്രിസ്തു മടങ്ങി വരാറായി.